ഹലോ, ഈ ക്ലേ വെച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണമെന്ന് കുറച്ചായിട്ടോ. ഇപ്പോഴാണെങ്കിൽ കുറച്ച് ഫ്രീ ടൈമും ഉണ്ട്, ഇതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കണമല്ലോ. മുന്നേ ഉണ്ടല്ലോ ഞാൻ കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാട്ടോ ക്ലേൻ്റെ പാക്കറ്റിൽ നിന്ന് കുറച്ച് ക്ലേ ഒക്കെ പോയത്. ഒന്നും കൂടെ നന്നാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെയും ചെയ്യുമ്പോൾ കുറച്ച് നന്നാവും, പിന്നെ നന്നാവും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനിതാ ഒരു പിൻട്രസ്റ്റ് പോയിട്ട് കുറച്ച് റെഫറൻസ് പിക്കൊക്കെ എടുത്തിട്ട് റെയിൻബോ ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചത്. റെയിൻബോൻ്റെ 7 കളറൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 കളർ എടുത്തിട്ടോ. എന്നിട്ട് ഇതേപോലെ ബോളാക്കിയിട്ട് ഉണ്ടല്ലോ, അതിൻ്റെതായ ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്രൈസ് ടാഗ് എടുത്തിട്ടാട്ടോ ഇതേപോലെ ആക്കിയത്. കട്ട് ചെയ്യാനുള്ള ടൂൾസൊക്കെ നമുക്ക് ആ ക്ലേ വാങ്ങിക്കുമ്പോൾ ആ പാക്കറ്റിൽ ഉണ്ടാവും കേട്ടോ. ഈ ഒരു 3-4 ടൂൾസൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയത്. എന്നിട്ട് ഞാൻ അതിൻ്റെ എഡ്ജൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ലാസ്റ്റ് ഒന്നായിട്ട് വെക്കുമ്പോൾ അങ്ങനെ ചെയ്താലൊക്കെ മതിയേ. എനിക്ക് ക്ലേ ഇങ്ങനെ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ ഗമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അങ്ങനെ വെച്ചെടുത്താൽ മതിയേ. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ഭംഗി തരിക. നമ്മൾ ചെയ്ത വർക്ക് ഓക്കെ കൊള്ളാമെന്ന് തോന്നിയത് ഈ കളർ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോഴാണ്. ആ റെയിൻബോൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മേഘം വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മേഘം വരച്ചെടുക്കാൻ നല്ല സിമ്പിളായിരുന്നു, പക്ഷേ അത് ക്ലേന്ന് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റേതായ ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. വൃത്തിക്ക് കിട്ടണമില്ല, വരച്ച അത്ര വൃത്തി കട്ട് ചെയ്തപ്പോൾ ഇല്ലായിരുന്നു. മേഘം വരച്ചപ്പം അത്യാവശ്യം ഷേപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കട്ട് ചെയ്തെടുത്തപ്പം അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരച്ച ഷേപ്പ് കട്ട് ചെയ്തപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ കൈ വെച്ചിട്ടാട്ടോ അത് ഷേപ്പാക്കി എടുത്ത് 2 മേഘങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒന്ന് അത്യാവശ്യം ലുക്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും മറ്റേത് അത്രയ്ക്കാണ് തന്നിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, അത് വയ്ക്കുമ്പോഴാട്ടോ റെയിൻബോ കാണാൻ ഒന്നുകൂടെ ഭംഗി ഉണ്ടായിരുന്നത്. 2 മേഘങ്ങളൊക്കെ വെച്ചപ്പം എനിക്ക് ഇനിയും അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിയിട്ടോ. കൊള്ളാവോന്നും അറിയില്ല, എന്തായാലും ചെയ്ത് നോക്കാം അല്ലേ. ഞാനുണ്ടല്ലോ പിൻട്രസ്റ്റിൽ പിക്ക് നോക്കിയപ്പം ഒന്ന് മാത്രമല്ലേന്ന് കേട്ടോ, കുറേ എണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കുറേ മഴത്തുള്ളി ഉണ്ടായിരുന്നു, കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മുത്തുകളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് മഴത്തുള്ളിയാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ വെക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന കുറച്ച് ക്ലേ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചതാട്ടോ. അപ്പോഴേക്കും അതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു മേഘത്തിന് കുറച്ചുകൂടി ഒരു ലുക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരുന്നു അല്ലേ. ഞാൻ പിന്നെ ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ടോ കുറച്ച് സ്റ്റിക്കർ അവിടെ ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, ബായ്.